നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് എവർക്കും സ്വാഗതം. കളികളൊക്കെ ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു. ഇന്നിപ്പോൾ 2 മത്സരങ്ങളാണുള്ളത്. ഇംഗ്ലണ്ടും നോർവേയും തമ്മിൽ കളിയുണ്ട്. അർജൻറ്റീനയും അതുപോലെ സ്വിറ്റ്സർലൻഡും തമ്മിൽ കളിയുണ്ട്. സെമിയിലേക്ക് ആര് എന്നുള്ള ചോദ്യമാണ്. തീർച്ചയായിട്ടും അർജൻറ്റീന ആരാധകർ ഒരു ശ്വാസം വിടാതെ വലിയ രൂപത്തിൽ ടെൻഷൻ അടിച്ച് കളി കാണുന്നൊരവസ്ഥയാണ്. ഒരു ടെൻഷനും ഇല്ലാതെയാണ് ഞങ്ങൾ വേൾഡ് കപ്പ് കാണുന്നതെന്നൊക്കെ പറഞ്ഞാലും എല്ലാ കളിയിലും ടെൻഷനാണിപ്പോൾ. അപ്പോൾ ഇന്നത്തെ കളി എങ്ങനെയായിരിക്കും? സ്വിറ്റ്സർലൻഡ് എന്തായാലും നന്നായിട്ട് ഫൈറ്റ് ചെയ്യും, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അപ്പം ഇന്നത്തെ കളിയെക്കുറിച്ച് വിലയിരുത്താൻ വേണ്ടി നമ്മോടൊപ്പം ഫുട്ബോൾ നിരീക്ഷകൻ ഷിയാബ് സാർ ഉണ്ട്. വെൽക്കം ഷിയാബ് സാർ. നമ്മളിപ്പോൾ കഴിഞ്ഞ കളിയിൽ അർജൻറ്റീന ഈജിപ്തിനോട് ഒന്ന് ബുദ്ധിമുട്ടി അവസാനത്തെ ഒരു 10-11 മിനിറ്റിലെ ആ ഒരു മാഡ്നെസ്സിലാണ് ജയിച്ചു കയറിയത്. ഇന്നിപ്പോൾ സ്വിറ്റ്സർലൻഡും അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അർജൻറ്റീനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയില്ലേ? സാധ്യത, കാരണം ചെറിയ ടീമുകളായിട്ട് അർജൻറ്റീന സ്ട്രഗിൾ ചെയ്ത് കണ്ടിട്ട് തീർച്ചയായിട്ടും സ്വിറ്റ്സർലൻഡ് അങ്ങനത്തെ രീതിയിൽ കളിക്കാനുള്ള സാധ്യത ഉണ്ട്. അതേസമയം നിലവിലുള്ള നമ്മൾ അവരുടെ ഹിസ്റ്ററിക്കൽ ഹെഡ് ടു ഹെഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ലോപ്പ് സൈഡഡ് ആണ്. അപ്പോൾ അർജൻറ്റീന ഇതുവരെ സ്വിറ്റ്സർലൻഡിൻ്റെ തോറ്റിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഒരു ഫേമസ് ആയിട്ടുള്ള 2014 വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് 16 അവർ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. ആ റൗണ്ട് ഓഫ് 16 അർജൻറ്റീനക്ക് മൃഗീയമായിട്ടുള്ള ബോൾ പൊസഷനും ചാൻസുകളൊക്കെ എന്ന് പറഞ്ഞാൽ തുലക്കുന്നൊരു മത്സരമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ മെസ്സിയുടെ അസിസ്റ്റിൽ 118 മിനിറ്റിലാണ് ഏഞ്ചൽ ഡി മരിയ ഗോൾ അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജയിച്ച് കയറിയതാണ്, ഷൂട്ടൗട്ടിലേക്ക് പോകാതെ. അപ്പോൾ എന്തും സംഭവിക്കാം. അപ്പോൾ നോക്കൗട്ട് സ്റ്റേജിൽ ഇതേപോലെ തന്നെ, കാരണം ഏകദേശം 29-30 ഷോട്ടുകൾ അർജൻറ്റീന ഭാഗത്തു നിന്നുണ്ടായിരുന്ന കളിയാണത് 2014 വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് 16. അപ്പോൾ ഇവർ ആ ഒരു ടാക്ടിക്സ് വീണ്ടും വേണമെങ്കിൽ എടുക്കാം. അർജൻറ്റീന ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്വിറ്റ്സർലൻഡിൻ്റെ ഭാഗത്ത് നിന്ന് കാണാം. പക്ഷേ മെസ്സി ഒരു വല്ലാത്ത ഒരു ഫോമിൽ ഇപ്പോൾ ഇന്നലെ ഡിലാഫ്യൂൻ്റെ നമ്മുടെ സ്പെയിനിൻ്റെ കോച്ച് പറയുന്നത് കേട്ടു, 19 വയസ്സിലോ 23 വയസ്സിലോ ഒക്കെ കളിക്കുന്ന പോലെയാണ് ഈ 39-കാരൻ കളിക്കുന്നത്. ഹീസ് എ ജീനിയസ്. അത് തന്നെയല്ലേ അതിൻ്റെ കറക്റ്റ് ഒരു നമുക്ക് പറയാൻ പറ്റും. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ പ്രീവിയസ് എല്ലാ വേൾഡ് കപ്പ് ടൂർണമെൻറ്റുകളിലും മെസ്സി കളിച്ചിരുന്ന ഒരു രീതി, എനിക്ക് തോന്നുന്നു ഒരു പ്ലേ മേക്കർ, മറ്റുള്ള പ്ലെയേഴ്സിന് ഫോർവേഡ്സിന് ഗോൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്തിരുന്നത്, അവർ കൊണ്ടുപോയിട്ട് ഗോൾ അവസരങ്ങൾ തുലക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു കൂടുതലായിട്ടും. അപ്പോൾ അവസാനം മെസ്സിയിലേക്ക് കൂടുതൽ ഭാരം വരും. അവസാനം മെസ്സി തന്നെ എന്തെങ്കിലും ചെയ്തിട്ടൊരു ഗോൾ അടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഒന്നാമത് കളി മെസ്സി തുടക്കത്തിൽ തന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ടൂർണമെൻറ്റിലേക്ക് വരുന്നത്. വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഫുട്ബോളുമായി ബന്ധപ്പെട്ട് വളരെ അപൂർണമായിട്ട് ഉണ്ടായിരുന്നൊരു കാര്യം അത് ഫുൾഫിൽ ചെയ്ത് നിറവേറ്റി കഴിഞ്ഞു. ഇത് വന്ന് വളരെ റിലാക്സ്ഡ് കളികൾ തുടക്ക ഗ്രൂപ്പ് സ്റ്റേജുകളിലൊക്കെ അത്യുജ്വല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ മെസ്സി കൂടുതലായിട്ട് എന്താ പറയുക, അങ്ങോട്ട് ഒരുമ്പിട്ട് ഇറങ്ങി ഗോൾ അടിക്കുക എന്നുള്ള രീതിയിലേക്ക്, പ്ലേ മേക്കിംഗ് എന്നതിലേക്ക് ഉപരി 2 റോളിലുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അമിതമായിട്ട് ഫോർവേഡ്സിനെ വിശ്വസിക്കാതെ, ട്രസ്റ്റ് ചെയ്യാതെ അങ്ങോട്ട് മുമ്പ് ഒന്നുകൂടി ഫോർവേഡ്സ് നല്ല രീതിയിൽ ട്രസ്റ്റ് ചെയ്തിട്ട് അവർക്ക് പാസ് കൊടുത്ത് അവർ ഗോൾ അടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അപ്പം നമ്മൾ ഫൈനലിലൊക്കെ 2014 ഫൈനലിലൊക്കെ കണ്ടിരുന്നു ഹിഗ്വയിനൊക്കെ നഷ്ടപ്പെട്ടിരുന്നത്. ഇന്നും പല മെസ്സി ആരാധകർക്ക് അതിന്റെ പേരിൽ, എസ്പെഷ്യലി നമ്മളിപ്പോ അതിന് തെളിവായിട്ട് ഇപ്പോൾ ആൽവാരസും ലോതറോ മാർട്ടിനസ് ഒക്കെ ഇപ്പോഴൊന്നും വെച്ചെങ്കിൽ ഒരു ഗോള് പോലും ഓപ്പൺ പ്ലേയിൽ നിന്ന് ഒരു ഗോൾ അടിച്ചിട്ടില്ല. ലോതറോ അടിച്ചിട്ടുള്ള ഒരു പെനാൽറ്റി എന്നാണ്. അപ്പോൾ ഇതേ കൂടി വെച്ചെങ്കിൽ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഇറങ്ങി ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആക്ച്വലി ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ഗോൾ സ്കോറർ അല്ലെങ്കിൽ ഫിനിഷർ എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ അസിസ്റ്റുകൾ, അപ്പോൾ അതാണ് സെക്കൻഡറി ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ നിലവിലിപ്പോൾ അസിസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ്. മെസ്സി ആ രീതിയിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ്. പെനാൽറ്റി ബോക്സിലൊന്നും മെസ്സിയെ പോലെ വേറെ ഇതേപോലെ ഇത്രമാത്രം ടച്ച് ഉണ്ടായിട്ടുള്ളൊരു പ്ലെയർ ഉണ്ടോ വേൾഡ് കപ്പിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് മെസ്സി ആ ഒരു ഗിയർ മാറ്റി അല്ലെങ്കിൽ വേറൊരു മോഡ് ഓൺ ആക്കിയതാണ് നമ്മളിപ്പോൾ ഈ വേൾഡ് കപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ESPN വളരെ രസകരമായൊരു പോസ്റ്റർ ഞാൻ കണ്ടു. അതായത് ഓൾഡ് ജനറേഷൻ മെസ്സി, ക്രിസ്ത്യാനോ, നെയ്മർ. ന്യൂ ജനറേഷൻ ഹാലൻഡ്, എംബാപ്പെ, മെസ്സി. മൾട്ടി ജനറേഷനിലാണ് മെസ്സി എന്നുള്ളതാണ്. ഈ പ്രായത്തിലും ചെറുപ്പക്കാരോടാണ് ഇങ്ങനെ മുട്ടി നിൽക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കുക. അത് തന്നെയാണ് അർജൻറ്റീനയുടെ ഒരു അഡ്വാൻറ്റേജും. സ്പെയിന് നമ്മുടെ സ്വിറ്റ്സർലൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്കില്ലാതെ പോകുന്നതും അങ്ങനെ ഒരു കളിക്കാരനാണ് എന്നുള്ളതാണ്. അർജൻറ്റീനയ്ക്ക് പക്ഷേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ഡീപോൾ മങ്ങിയിട്ടാണ് കളിച്ചത്. അതുപോലെ തന്നെ മോളിന ഇപ്പോഴും ആ ഒരു മികവിലേക്ക് എത്തിയിട്ടില്ല. പകരം മൊണ്ടീലിനെ കളിപ്പിച്ചിട്ടും സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ആയിട്ട് വന്നാലും ആ ഒരു മികവും കാണുന്നില്ല.
അതുപോലെ തന്നെ മുന്നേറ്റത്തിൽ അൽവരസ്, ലൗതാരോ മാറി മാറി കളിപ്പിച്ചിട്ടും വേണ്ട വിധത്തിലുള്ള ഒരു പ്രകടനം വന്നിട്ടുണ്ടോ സംശയമാണ്. കഴിഞ്ഞ കളിയിൽ ലൗതാരോയുടെ ഒരു അസിസ്റ്റ് ഉണ്ട് എന്നുള്ളത് മറക്കുന്നില്ല. ഈ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം സ്കലോണിൻ്റെ കയ്യിലുണ്ടോ? സോ അതാണ് ഇപ്പോൾ സ്കലോണി നേരിടുന്ന ഏറ്റവും വലിയൊരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് റൈറ്റ് ഫുൾ ബാക്കിൻ്റെ വിഷയം. മൊളീനെ ആയിരുന്നാലും അവിടെ മോണ്ടിയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ പ്രശ്നം അവിടെ സ്റ്റിൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് പരിഹരിക്കപ്പെടുന്നില്ല ഒന്ന്. മറ്റേപോലെ തന്നെ നമ്മൾ ഫോർവേഡ്സിൻ്റെ കാര്യത്തിൽ ആൽവരസ് ആയിരുന്നിട്ടും ലോത്തറോ മാർട്ടിനസ് ആണെന്നെങ്കിലും ലോത്തറോ മാർട്ടിനസ് ഒരു ഓപ്പൺ പ്ലേയിൽ ഒരു ഗോൾ പോലും രണ്ടുപേരും അടിച്ചിട്ടില്ല എന്നുള്ള ഇതുവരെ. അപ്പോൾ മെസ്സിക്ക് ഒരു സപ്പോർട്ട് ആകേണ്ടിയിരുന്ന മെസ്സിയുടെ ഭാരം എന്ന് പറയുന്നത് വളരെ കുറയ്ക്കേണ്ടിയിരുന്ന രണ്ട് പേരാണ് ഇവർ. ഇപ്പോൾ രണ്ടുപേരും ആ രീതിയിൽ കോൺഫിഡൻസോട് കളിക്കുകയും ഗോൾ സ്കോറും ചെയ്തിരുന്നെങ്കിൽ മെസ്സിക്ക് വളരെ അനായാസം വളരെ എഫേർട്ട്ലെസ് ആയിട്ട് അങ്ങനെ കളിക്കുകയും ഗോൾ സപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. ആവശ്യമുണ്ടെങ്കിൽ ഗോൾ അടിക്കുകയും ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും ചെയ്യുന്നില്ല, ഗോൾ സ്കോർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിലിപ്പോൾ ലോത്തറോ മാർട്ടിനസ് കഴിഞ്ഞ കളിയിൽ ഒരു പ്ലേ മേക്കറുടെ റോളിൽ വന്നിട്ട് ഒരു കൊടുത്തു. സെൻസോ ഫെർണാണ്ടസിന്റെ ഗോളിലേക്ക് കലാശിച്ചുള്ള ഒരു ക്രോസ് കൊടുത്തു. അതേപോലെ തന്നെ ഒരു മെസ്സിയുടെ ഗോളിലേക്ക് ഗോള് മടക്കാനുള്ള ഗോൾ ഉണ്ടല്ലോ, അതിലേക്ക് വന്നിട്ടുള്ള ഒരു ബോൾ വിൻ ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ ലോത്തറോ മാർട്ടിനസ് ആണ്. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഒന്നുകൂടി ഒരു രീതിയിൽ ഒരു ഹാർഡ് വർക്ക് ചെയ്തത് എനിക്ക് തോന്നുന്നു ലോത്തറോ മാർട്ടിനസ് ആണ് കുറച്ചുകൂടി എന്നുള്ളതാണ്. ആ രീതിയിൽ ഒരു പക്ഷേ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഒരു പക്ഷേ ഇന്ന് ലോത്തറോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ലൗതറോ ഒരു പക്ഷേ സ്റ്റാർട്ട് ചെയ്തേക്കാം. പക്ഷേ ഹൂലിയൻ ആയിരുന്നു കോച്ചിൻ്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നയാൾ. വേൾഡ് കപ്പിന് തുടക്കത്തിൽ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷേ ഹൂലിയൻ്റെ പരിക്കാണ് ലൗതറോയെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണമായത്. പക്ഷേ ലൗതറോ മങ്ങിയപ്പോൾ വീണ്ടും കഴിഞ്ഞ കളിയിൽ ഹൂലിയനെ കളിപ്പിച്ചു. അവിടെ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നുണ്ട്. ഹോസെ മാനുവൽ ലോപ്പസ് ടീമിൽ ഉണ്ടെങ്കിലും അങ്ങനെ അങ്ങ് ട്രസ്റ്റ് ചെയ്യുന്നില്ല കോച്ച് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇവർ രണ്ടുപേരും കഴിഞ്ഞിട്ട് മാത്രമാണ് അദ്ദേഹത്തിനൊരു സാധ്യത കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്വിറ്റ്സർലൻഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പം കൃത്യമായിട്ട് അവരുടെ താരം സാക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങൾ മെസ്സിയും അർജൻറ്റീനയും വളരെ മികച്ച ടീമാണെന്നായിട്ട് ഞങ്ങൾക്ക് സംശയമില്ല, പക്ഷേ ഞങ്ങളുടെ എല്ലാം സമർപ്പിച്ചിട്ടുള്ളൊരു പോരാട്ടം നടത്തും എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് സാക്ക. അതുപോലെ അവരുടെ കോച്ചും അതേ രൂപത്തിൽ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അവരുടെ ഒരു മുന്നേറ്റ നിരയിൽ ഇപ്പോൾ എംബോല തന്നെയായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട താരമായിട്ടുണ്ടാകുക. പിന്നെ റൈഡറും അതുപോലെ എൻഡോയും ഒക്കെ ചേർന്നുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു മുന്നേറ്റ നിര എത്രത്തോളം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കും അർജൻറ്റീനയ്ക്ക്. അതുപോലെ സാക്കയെ പോലുള്ള ഒരാൾ മധ്യനിരയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ട്. ഇത് അർജൻറ്റീനയുടെ ഡിഫൻസിന് എത്രത്തോളം വെല്ലുവിളി ഉണ്ടാക്കും? കാരണം ഇപ്പോൾ കേബറിൻ്റെ പോലും വെല്ലുവിളി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സ്വിറ്റ്സർലൻഡിൻ്റെ കേസിൽ എനിക്ക് തോന്നുന്നു ഗോളടി വളരെ കുറവാണ്. ഗോളടിക്കുന്നവർ ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ മത്സരങ്ങളെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ സ്വിറ്റ്സർലൻഡിൻ്റെ ആക്രമണത്തിനെതിരെ നിലവിൽ പറയാം നമുക്ക് എടുത്തു കാണിക്കാമെന്ന് പറയുന്ന രീതിയിൽ എന്താ പറയുക, അങ്ങനത്തെ ലീഡറായിട്ടുള്ള സ്ട്രൈക്കേഴ്സോ അങ്ങനത്തെ രീതിയിലുള്ള പ്ലേ മേക്കേഴ്സോ നമുക്ക് എടുത്തു കാണിക്കാമെന്നില്ല. അപ്പോൾ 2014 നമ്മൾ ഷാക്കിരി പോലുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരുന്നു, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അങ്ങനെ എടുത്ത് പറയാം എന്ന് പറയുന്ന രീതിയിലുള്ള പ്ലേയേഴ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്ലേയേഴ്സിനൊക്കെ കണ്ടെയ്ൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു കപ്പാസിറ്റി ഒക്കെ അർജൻറ്റീന ഒരു ഡിഫൻസിന് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. സ്റ്റിൽ ഇവിടെ ഇപ്പോൾ ചില ഡിഫൻസീവ് ലാപ്സുകളാണ് അർജൻറ്റീനയുടെ പല പ്രശ്നങ്ങൾക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇടയാക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് സംഭവിക്കാം, സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കൗട്ട് സ്റ്റെപ്പ് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ഇവോൾവ് ചെയ്ത ടീമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ കളിയിലേക്ക് എങ്ങനെയാണ് എത്തുക നമുക്ക് പറയാൻ പറ്റില്ല. നോക്കൗട്ട് സ്റ്റേജ് ആണെന്നും പറയാൻ പറ്റില്ല. അവരിപ്പോൾ കഴിഞ്ഞ കളിയിൽ ഈ ഒരു ഷൂട്ട് ഔട്ടിലാണ് ജയിച്ച് കയറിയിട്ടുള്ളത്. അക്കാഞ്ചി പറയുന്നത് ഇനി ഷൂട്ട് ഔട്ടിൽ ഷോട്ട് എടുക്കില്ല എന്നാണ് പറയുന്നത്. കാരണം അത്രയും ഒരു അദ്ദേഹത്തെ മാനസികമായിട്ടത് വലച്ചിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി, മൻസംബിയുടെ ഇഞ്ചുറി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രൂപത്തിൽ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. അതെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ബസ് പാർക്കിംഗ് ലെവലിലേക്ക് പോകുമോ സ്വിറ്റ്സർലൻഡ് അർജന്റീനക്കെതിരെ? സാധ്യത ഉണ്ട്. കാരണം എന്തുകൊണ്ട് വെച്ചെങ്കിൽ പക്ഷേ ഇപ്പോൾ അർജന്റീനയുടെ ഇപ്പോൾ കളി കണ്ടതുകൊണ്ട് അർജന്റീനയുടെ ഭീകരമായിട്ടുള്ള ഒരു ആക്രമണമൊന്നുമില്ല. ഇപ്പോൾ അവരുടെ അറ്റാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ആ രീതിയിലുള്ള ഒന്നല്ല. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ബസ് പാർക്കിങ്ങിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് തുടക്കത്തിൽ. പക്ഷേ കളി രീതി ഒന്ന് ഒബ്സർവ് ചെയ്ത ശേഷം അവർ എങ്ങനെ ചിലപ്പോൾ പോയാന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നിലവിൽ എന്താ പറയുക, ഇപ്പോൾ അർജന്റീന ഇപ്പോൾ നമ്മൾ നോക്കൗട്ട് സ്റ്റേജിൽ കണ്ട റൗണ്ട് ഓഫ് 32 ആയാലും 16 ആയാലും നമ്മൾക്കൊരു
ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു കളിയല്ല കളിച്ചത്, കൺവിക്ഷനോട് കൂടിയിട്ടല്ല ഒരു കളിച്ചത് തുടക്കത്തിൽ. ഇപ്പൊ കഴിഞ്ഞ കളി അവസാനത്തെ 15 മിനിറ്റ് അർജന്റീന കളിച്ച് തുടക്കത്തിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ ഏത് ടീമും തീർച്ചയായിട്ടും ഭയപ്പെടും എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അവർ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും, അർജന്റീനയുടെ കളികളൊക്കെ കണ്ടിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് തുടക്കത്തിൽ നമുക്കും കളിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് സ്വിറ്റ്സർലൻഡിന് ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ അതേസമയം അവരുടെ അർജന്റീനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നുകൂടി ടാക്ടിക്കലി എന്ന് പറയുന്നത് ഒന്ന് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ടീമിനെ അനുസരിച്ചൊക്കെ ടാക്ടിക്സ് മാറ്റാനും അതേപോലെ തന്നെ രീതിയിൽ കളിക്കാനൊക്കെ പറ്റുന്ന ഒരു ടീമാണ് ഒന്നുകൂടി. അപ്പോൾ എക്സ്ട്രീം ലെവലിലേക്ക് പോകാറില്ല. അപ്പോൾ നമ്മളിപ്പോൾ പൊസഷൻ ഫുട്ബോൾ ആണെങ്കിലും എക്സ്ട്രീം രീതിയിലേക്ക് പോകാറില്ല, ഡിഫൻസ് ആണെന്നെങ്കിൽ എക്സ്ട്രീമിലേക്ക് പോകാറില്ല. ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഈ അറ്റാക്സ് എന്ന് പറയുന്ന ട്രാൻസിഷൻ ഫുട്ബോൾ ആണെങ്കിലും എക്സ്ട്രീം ലെവലിലേക്ക് ഒന്നും ഒക്കെ ബാലൻസ്ഡ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ടീമിനനുസരിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടീമാണ് അർജന്റീന എന്ന് പറയുന്നത്. അപ്പോൾ മുൻകാലിലുള്ള അവരുടെ ഹെഡ് ടു ഹെഡ് സ്റ്റാറ്റസും ഒക്കെ വെച്ചിട്ട് സ്വിറ്റ്സർലൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ കൊളംബിയ വരുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് അർജന്റീനയെ സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡ് എന്നുള്ളത്. അത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ്, കൊളംബിയയേക്കാൾ എന്തായാലും അർജന്റീനയ്ക്ക് ഗുണകരമാവുക സ്വിറ്റ്സർലൻഡ് ആണെന്നുള്ളത്. പക്ഷേ സ്വിറ്റ്സർലൻഡ് തീർച്ചയായിട്ടും കേപ്പ് വെർദെക്കെതിരെയുള്ളതും ഈജിപ്തിനെതിരെയുള്ളതൊക്കെയുള്ള അർജന്റീനയുടെ പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന് അവർക്കൊരു ആവേശം എന്തായാലും ഉണ്ടാവും. കാരണം കേപ്പ് വെർദെ അർജന്റീനയെ വിറപ്പിച്ചിട്ടുണ്ട്, ഈജിപ്ത് വിറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബസ് പാർക്കിൽ നിൽക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് കഴിയാവുന്ന പോലെ തിരിച്ചാക്രമിക്കാമെന്ന് അവർ കരുതുന്നുണ്ടാവും. ഏതായാലും അത് ഏത് രൂപത്തിലായിരിക്കും അവർ കാര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് കണ്ടറിയണം. പിന്നെ അർജന്റീനയുടെ പ്രശ്നങ്ങൾക്കൊരു ഒറ്റമൂലി എന്ന രൂപത്തിലാണ് കഴിഞ്ഞ കളിയിൽ പരേഡസിനെ ഇറക്കിയിരുന്നത്. പരേഡസ് അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബോൾ റിക്കവറീസ് ആണെങ്കിലും ടാക്കിളുകളാണെങ്കിലും ബോൾ സപ്ലൈ ചെയ്യുന്നതിലാണെങ്കിലും ഒക്കെ അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ടാണ് മക്കലിസ്റ്റർക്കും എൻസോക്കും കുറച്ചുകൂടി ഫ്രീ ആയിട്ട് മുന്നോട്ട് കയറി കളിക്കാനും പറ്റിയത്. അതിൻ്റെ ഫലമായിട്ടാണ് എൻസോയുടെ ആ ഗോളും വരുന്നത്. അപ്പം അത് അടുത്ത കളിയിലും അങ്ങനെ തന്നെ ആവും. അപ്പോൾ അറ്റാക്കിലേക്ക് കുറച്ചുകൂടി ഇപ്പോൾ മെസ്സിക്ക് ഇതുവരെ കിട്ടാതിരുന്നൊരു സപ്പോർട്ട് അതിലൂടെ വരും കളികളിൽ ഒന്നുകൂടി കിട്ടും. തീർച്ചയായിട്ടും പരേഡസിൻ്റെ ആ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ കഴിഞ്ഞ കളിയിൽ വളരെ ഹെൽപ്ഫുള്ളായി എന്നുള്ളതാണ്. അത് ഇന്നത്തെ കളിയിലും പരേഡസ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ എന്നുള്ള നിലക്ക് ഇന്നലെ കഴിഞ്ഞ കളിയിൽ അവസാനം എന്താ പറയുക, ശരിക്കും അർജന്റീന വളരെ ആത്മഹത്യാപരമായിട്ടുള്ള സമീപനമാണ്. 2-2 വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് 2-2 എത്തിയത്. അപ്പോൾ അതിനുശേഷം അവർ ആക്ച്വലി ഡിഫൻസ് മറന്നുകൊണ്ടുള്ള ഒരു പോക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ ഒരു സമയത്ത് അവരൊരു കൗണ്ടറിൽ ഒരു ഗോള് വീഴുന്ന അവസ്ഥ വന്നിരുന്നു. ആ ഒറ്റയ്ക്കാണ് ആക്ച്വലി എന്താ പറയുക ഇടപെടൽ നടത്തിയിട്ട് അവിടെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള എന്താ പറയുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇടപെടലാണ് പരേഡസിൻ്റെ ഭാഗത്തുണ്ടത്. അപ്പം ഇന്നും തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഡിഫൻസിൻ്റെ എസ്പെഷ്യലി ഇപ്പം ഇങ്ങനെ ഒരു വൾണറബിലിറ്റി കാണിക്കുന്ന ഡിഫൻസ് ആയതുകൊണ്ട് തന്നെ അതുപോലുള്ള ഒരാൾ നമ്മൾ കവർ ചെയ്യുന്ന ഒരു ഡിഫൻസീവ് ഷീൽഡ് അവിടെ ആവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ ഡി ബോൾ തുടരെ കളികളിൽ മങ്ങിപ്പോകുന്നുണ്ട്, ഒരു റീപ്ലേസ്മെൻറ്റിൻ്റെ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. ഡി ബോളിന് പകരം ലോ ചെൽസോ എന്നുള്ളത് ഒരു കറക്റ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമല്ല, എന്നാലും എന്തെങ്കിലും ഒരു മാറ്റം ഡി ബോളിനെ മാറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ഇത്രയും മത്സരങ്ങളിൽ ഉൾപ്പെടുത്തി ഒരു പക്ഷെ എന്താ പറയുക കോൺഫിഡൻസ് കുറക്കുന്ന തരത്തിൽ ഞാൻ ഡീപോളിനെ റീപ്ലേസ് ചെയ്യുന്ന എനിക്ക് തോന്നണില്ല. മാക്കലിസ്റ്ററും ഡീപോളും തന്നെയാവും ആ മിഡ്ഫീൽഡിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയെന്നാണ്. അതിൽ പെട്ടെന്ന് ഈ നോക്കൗട്ട് സ്റ്റേജിലൊക്കെ ഒരു റിസ്ക് അങ്ങനെ കൊണ്ടുവരാൻ സാധ്യത വളരെ കുറവാണെന്നുള്ളത്. എന്തായാലും അവർക്ക് മിഡ്ഫീൽഡിൽ അവിടെ നിക്കോപാസും ബാർക്കോയും അതുപോലെ തന്നെ നമ്മുടെ ലോ ചെൽസിയും ഒക്കെ അവൈലബിൾ ആണ്. അവരൊക്കെ ഏത് തരത്തിൽ കോച്ച് ഇന്ന് ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് കണ്ടത്. അത് കളി എങ്ങനെ അൺഫോൾഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്, എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഈ താരങ്ങളെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു മത്സരം പറയുമ്പോൾ തീർച്ചയായിട്ടും അർജന്റീനക്ക് കൂടുതൽ സാധ്യതയുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മറുഭാഗത്ത് സ്വിറ്റ്സർലൻഡിൻ്റെ തന്ത്രങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയുകയും വേണം. ടീമിൽ മാറ്റം ഉണ്ടാവില്ല എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ സാറ് നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ബാക്കിൽ ബോളിനെ മാറ്റി വേണമെങ്കിൽ മുണ്ടിലിനെ കൊണ്ടുവരാം, പ്രത്യേകിച്ച് അതുകൊണ്ടൊരു എഫക്റ്റ് ഒന്നുമില്ല. മുന്നേറ്റത്തിൽ പുലിന് പകരം വേണമെങ്കിൽ ലൗത്തറയും വരാം. മറ്റ് മാറ്റങ്ങളില്ല എന്ന് പറയുമ്പോൾ ഗോൾ കീപ്പറായിട്ട് നമ്മുടെ എമിലിയാനോ മാർട്ടിനസും, ഡിഫൻസിൽ ക്യൂട്ടി റൊമേറയും ലിസാൻഡ്രോ മാർട്ടിനസും, ഇരു പാർശ്വങ്ങളിലായിട്ട് നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയും അതുപോലെ നമ്മുടെ നാഹുൽ മൊളീനയും, മധ്യനിരയിൽ ലിയാൻഡ്രോ പരേഡസ്, അതുപോലെ റോദ്രിഗോ ഡി ബോള്, പിന്നെ നമ്മുടെ എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ, മുന്നേറ്റത്തിൽ മെസ്സിക്കൊപ്പം ഹുലിയൻ വന്നേക്കാം അല്ലെങ്കിൽ ഔട്ട്രിഗാകാം. അപ്പോൾ കഴിഞ്ഞ കളിയിൽ ടാഗ്ലിയാഫിക്കോ വന്നത് ടീമിന് കുറേ സഹായകരമായിരുന്നു. ഫെക്കുണ്ടോ മെദീനയേക്കാൾ കൂടുതൽ ഇടതു ഭാഷത്ത് കേന്ദ്രീകരിച്ച്
ഒരു നീക്കങ്ങൾ ഉണ്ടാക്കാൻ അതിലൂടെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും എന്തൊക്കെയോ കുറവുകൾ ഇപ്പോഴും ടീമിൻ്റെ അറ്റാക്കിങ്ങിലുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 2 വിങ് ബാക്കുകളുടെ കാര്യത്തിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. വിങ് ബാക്കുകളിൽ നിന്നെല്ലാം മാത്രമല്ല, നമ്മളിപ്പോൾ കഴിഞ്ഞ കളിയിലിപ്പോൾ ലിസാൻഡ്രോ മാർട്ടിനസ് നല്ല കളി കളിച്ച ആളാണ്. അതായത് മൂപ്പരുടെ ഫിസിക്കിനെ അനുസരിച്ചൊക്കെ ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കളിക്കുന്ന, വളരെ ആത്മാർത്ഥ കമ്മിറ്റ്മെൻറ്റോട് കൂടി കളിക്കുന്ന ആളാണ്. ഇപ്പോൾ അതിനു മുമ്പുള്ള കളികളിലൊക്കെ നമുക്ക് മെസ്സിക്കുള്ള ആ ഒരു പാസ് കൊടുത്തുള്ള ആളൊക്കെ ആണ്. ഗോൾ അടിച്ചതും. പക്ഷെ ഡിഫൻസിലേക്ക് വരുമ്പോൾ ചില പ്രശ്നങ്ങൾ, ശാരീരിക പരിമിതികളൊന്നും ഉണ്ടായിരുന്നു ഹെഡറിന്റെ കേസിൽ. പിന്നെ ഒരു ഗോളിലേക്ക് ആക്ച്വലി എന്താ പറയുക, നമ്മളൊരു കുറച്ചൊരു മടിച്ചു നിന്നു അവിടെ. അപ്പൊ സെക്കൻഡ് ഗോളിലേക്ക് അവർ രണ്ടാമത്തെ ഗോൾ അടിച്ചല്ലോ. രണ്ടാമത്തെ ഗോൾ അടിച്ചിലേക്ക് ലിസാൻഡ്രോ മാർട്ടിനസ് നമ്മൾ സ്പ്രിന്റ് ചെയ്ത് അവിടെ എത്തിയിട്ട് പോലും ആ ഒരു തടയാൻ നോക്കിയില്ല എന്നല്ല, അവിടെ നിന്നുള്ള വേറെ ആരും ഇല്ല, അവിടെ മുന്നിൽ വേറെ ആരും ആക്ച്വലി എന്ന് പറയണോ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്താ പറയുക, പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ചാൽ മതി. ലിസാൻഡ്രോ മാർട്ടിനസ് ഒക്കെ നല്ലപോലെ കമ്മിറ്റ്മെന്റോടും ഡെഡിക്കേഷനോടും കളിക്കുന്ന ആളാണ്. അപ്പം ആരാധകരൊക്കെ പറയുന്നത്, നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ കാണുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, ഡി മരിയെ മിസ് ചെയ്യുന്നുണ്ടോ അറിയാം. അങ്ങനെ പറഞ്ഞ അർത്ഥമൊന്നുമില്ല, വിരമിച്ച് പോയ ആൾക്കാരെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. ഇപ്പം മറഡോണ ഉണ്ടായിരുന്നെങ്കിൽ, ബാറ്റിസ്റ്റൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു സംഭവമാണ് ഡി മരിയ ഉണ്ടായിരുന്നെങ്കിൽ. എന്നാലും ചോദിക്കുകയാണ്, കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിലൊക്കെ, കഴിഞ്ഞ ഈവൻ കോപ്പ അമേരിക്ക പോലും അദ്ദേഹം കളിച്ചു. അദ്ദേഹത്തെ മിസ് ചെയ്യുന്നുണ്ടോ? അതുപോലൊരു താരത്തെ മിസ് ചെയ്യുന്നുണ്ടോ അർജന്റീന? യാതൊരു സംശയമില്ല. എന്താ കാരണം എന്ന് വെച്ചെങ്കിൽ, ഒന്നാമത് നമ്മളൊരു മെസ്സി ഡിമരിയ കോംബോ അവർ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള, അവർ കൊടുത്ത് എന്താ പറയുക, കൊണ്ടും കൊടുത്ത് കളിക്കുന്ന പ്ലേയേഴ്സ് ആയിരുന്നു. നല്ലൊരു ധാരണ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഏഞ്ചൽ മെറിയ ഒറ്റയ്ക്കും വളരെ ഡേഞ്ചറസ് ആയിട്ട് ബോക്സിലേക്കൊക്കെ ഒറ്റക്കൊണ്ട് സോളോ അറ്റംപ്റ്റിനൊക്കെ ശ്രമിക്കുന്ന, കഴിഞ്ഞ കളിയിലൊക്കെ പെനാൽറ്റി കിട്ടാനുള്ള കാരണം ഏഞ്ചൽ മെറിയ അങ്ങനെയുള്ള തരത്തിലുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മുന്നേറ്റങ്ങളാണ്. സൂപ്പർ സബ് ആക്കിയിട്ട് അല്ലെങ്കിൽ തുടക്കത്തിലൊക്കെ ഇറക്കാൻ പറ്റുന്ന, ഇപ്പോൾ ഏജിൻ്റെ പരിമിതി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതായിരുന്നു. പക്ഷെ അതുപോലെയുള്ള ഒരു പ്ലെയർ എന്ന് പറയുന്ന നിലവിൽ ഇപ്പോൾ അർജൻറ്റീനയ്ക്ക് ഇല്ല എന്നുള്ളൊരു വസ്തു തന്നെയാണ്. ഇപ്പോൾ വേറെ ഇപ്പം നിലവിലിപ്പോൾ ഒരു എന്താ പറയുക, മെസ്സി ഡിപ്പെൻഡൻ്റ് ആണ് മൊത്തത്തിൽ, മെസ്സി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. വേറൊരു അപകടകരമായ രീതി വേറെ പ്ലേയേഴ്സ് അവിടേക്ക് പോകുന്നു നമ്മൾ കാണുന്നില്ല. അതാണ് ഒരു മാജിക്കൽ മൊമെന്റ് സമ്മാനിക്കാൻ വേറൊരാളില്ല എന്നുള്ളൊരു ഫീലാണ്. ഡിമരി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയല്ല. അപ്പോൾ നമുക്കറിയാമല്ലോ, കോപ്പ അമേരിക്ക 2021 കപ്പടിക്കുമ്പോൾ ഡിമരിയാണ് ഗോൾ അടിക്കുന്നത്. വേൾഡ് കപ്പിൻ്റെ ഫൈനലിലും അദ്ദേഹത്തിന് സംഭാവന ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴൊക്കെ അർജന്റീനയ്ക്ക് ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ മാജിക്കൽ മൊമെൻറ്റുകൾ അദ്ദേഹം കൂടി പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. സോ സുഹൃത്തുക്കളുടെ ആ ഒരു വാദം ശരിയാണ്, ഡിമരിയെ മിസ് ചെയ്യുന്നു എന്നുള്ളത്. ആ ഭാഗത്തേക്ക് അങ്ങനെ അൽമേഡയൊക്കെ കടന്നു വരുന്നൊക്കെ പലരും വിചാരിച്ചിരുന്നു. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഇങ്ങനെ പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ഇപ്പോൾ വിരമിച്ച് പോയ ആൾക്കാരെ കുറിച്ച് അദ്ദേഹം സ്വയം വിരമിച്ചതാണ്, ടീമിലേക്ക് കൊളപ്പ് ചെയ്യാതിരുന്നതല്ല. അദ്ദേഹം വിരമിച്ച് മതി, നിർത്തുകയാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ 2022 വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോഴേ അദ്ദേഹം വിരമിക്കുന്ന ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. ഒരു പരിധിക്കപ്പുറം അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. പിന്നെ മെസ്സിയെ പോലെയുള്ള ഒരാൾ തുടരുന്ന പോലെയല്ല അത്. പിന്നെ ഒറ്റ ചോദ്യം കൂടി ചോദിച്ച് ഞാനത് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. റിസൾട്ടല്ല, വേറൊരു കാര്യം. അതായത് 39 വയസ്സിലാണ് മെസ്സി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനോക്ക് 41 വയസ്സാണ്. 2 വയസ്സിൻ്റെ വ്യത്യാസമൊന്നും ഇപ്പോൾ സ്പോർട്സിൽ അത്ര വലിയൊരു വ്യത്യാസമൊന്നുമല്ല. മെസ്സി ഇപ്പോഴും 19കാരനെ പോലെയോ അല്ലെങ്കിൽ 23കാരനെ പോലെയോ ഒക്കെ കളിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ഡിക്ലൈനിങ് ആണെന്നുള്ളത് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അപ്പം എന്താണ് ഈ മെസ്സിയെ എങ്ങനെ വ്യത്യസ്തനാക്കുന്നതെന്നാണ് സാറിന് തോന്നിയിട്ടുള്ളത്? ഒന്നാമത് അവരുടെ സ്റ്റൈൽ ഓഫ് പ്ലേ ആണ്. മെസ്സി ഒന്നുകൂടി, ക്രിസ്ത്യാനോ റൊണാൾഡോ ചെയ്യുന്ന ഒന്നുകൂടി പവറിനെ ഡിപ്പെൻഡ് ചെയ്താണ്, ഫിസിക്കാലിറ്റിയാണ്. അപ്പോൾ നമ്മൾ കാണുകയാണെങ്കിൽ ഇവിടെ കളി ശൈലി എന്ന് പറയുന്നത് ഒന്നുകൂടി ഫിസിക്കിനെയും അതേപോലെ പവറിനെയൊക്കെ ആശ്രയിച്ച ഷോട്ടുകൾ. അപ്പോൾ മുമ്പൊക്കെ മുമ്പരുടെ മാഞ്ചസ്റ്ററിലും അതേപോലെ തന്നെ റയൽ മാഡ്രിഡിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്ന ഗോളുകൾ, അതേപോലെ വിങ്ങിലൂടെ ഉണ്ടായിരുന്ന പോക്കുകൾ ഒക്കെ ഷോട്ടുകൾ നോക്കുന്നുണ്ടെങ്കിൽ പവർഫുൾ ഷോട്ടുകളായിരുന്നു. അപ്പോൾ ഈവൺ ഫ്രീ കിക്കിൻ്റെ കാര്യത്തിൽ പോലും ഡിക്ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പവറിൽ കുറഞ്ഞതിന് ശേഷമാണ് ആ ഡിക്ലൈൻ സ്റ്റേജിലേക്ക് വന്നിട്ടുള്ളത്. ഒരു ടൈമിൽ മെസ്സിയേക്കാൾ ഒരുപാട് മുന്നിലായിരുന്നു ഫ്രീ കിക്കിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പം അങ്ങനത്തെ ഷോട്ടുകളൊക്കെ, നക്കിൾ ബോൾ ഫ്രീ കിക്കൊക്കെ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിരുന്നതാണ്. അപ്പോൾ പിന്നെ ഈ കേളി ശൈലിയിലെ വ്യത്യാസമാണ്. മെസ്സിയുടെ എന്ന് പറയുന്നത് ഒന്നും കൂടി എഫർട്ട്ലെസ്, നമുക്ക് ഫിസിക്കലാണെന്ന് തോന്നൂല. അപ്പോൾ ഫിസിക്കലി നമ്മൾ കളി ആവശ്യമുണ്ടെങ്കിലും നമുക്ക് തോന്നൂല. മെസ്സിയുടെ കളി എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് സ്റ്റൈലാണ്. ഒന്ന് കളിച്ചിട്ട് അങ്ങനെ ഒഴുകി അങ്ങനെ പോകുന്ന എഫേർട്ട്ലെസ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റും ഒക്കെയാണ്. ഇപ്പോൾ ഫ്രീ കിക്ക് ആണെങ്കിൽ പോലും പ്ലേസ്മെൻ്റ് ആണ്.
അപ്പോൾ ആ രീതിയിലാണ് കൃത്യമായിട്ട് എങ്ങനെയാണ് ഔട്ട് ഓഫ് ദി ബോക്സ് പോലെ എങ്ങനെയാണ് ഒരു ഗോളിലേക്ക് എങ്ങനെ പ്ലേസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് ആ ഒരു അക്യുറസിയാണ് മെസ്സിയുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഡ്രിബിളിങ്ങും ഒക്കെ. ഒറ്റ കാര്യം കൂടി അതിനോട് ചേർത്ത് പറയുകയാണ്. സംഭവം എല്ലാവരും പറയാറുണ്ട് ക്രിസ്ത്യാനോയെ പറ്റിയിട്ട്. ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസ് ആണെങ്കിലും മറ്റാരാണെങ്കിലും അദ്ദേഹത്തെ പരിശീലിപ്പിച്ച കോച്ചുമാരൊക്കെ പറയാനുള്ളൊരു കാര്യമുണ്ട്, ഇന്ന് ജയിച്ചാൽ നമുക്ക് ആ ഒരു ഹങ്കർ അവസാനിച്ചു. പക്ഷെ ക്രിസ്ത്യാനോക്ക് അങ്ങനെയല്ല, അടുത്ത ദിവസം വീണ്ടും ജയിക്കണം, ആ കപ്പ് ഒരിക്കൽ നേടി അടുത്ത വീണ്ടും നേടണം, അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു ഹങ്കറാണ് ക്രിസ്ത്യാനോയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. പക്ഷെ മെസ്സിയെ പറ്റി അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ 39 വയസ്സിൽ ഓൾറെഡി വേൾഡ് കപ്പ് നേടിയൊരു മനുഷ്യൻ ഈ കളിയിൽ ഇപ്പോൾ കാണിക്കുന്നത് എന്താണ്? ആ ഡിസയറും ആ ഹങ്കറും ഒക്കെ അതിനേക്കാൾ തീവ്രമായിട്ട് ഇപ്പോൾ ഇവിടെ കാണുന്നില്ലേ? അത് ഞാനൊന്നും പറയാന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ ക്രിസ്ത്യാനോയുടെ കാര്യം പറഞ്ഞു, ആ ഹങ്കറിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ആ ഹങ്കർ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഒന്ന് അദ്ദേഹം ബെഞ്ച് മാർക്കാക്കുന്ന മെസ്സിയാണ്. അത് നമുക്ക് കണ്ടതാണ് ആക്ച്വലി എന്ന് പറയാം. അപ്പോൾ മാഞ്ചസ്റ്ററിലായിരുന്ന സമയത്താണ് 2008 ആദ്യം ബാലൻഡിയോർ കിട്ടുന്നത് ക്രിസ്ത്യാനോക്കാണ്. പക്ഷെ അതിനുശേഷം പിന്നെ കിട്ടുന്നത് 2013 തുടർച്ചയായിട്ട് 2013 മുതൽ 2009, 10, 11, 12 തുടർച്ചയായിട്ട് 4 വർഷം മെസ്സിക്കാണ് ബാലൻഡിയോർ പിന്നെയാണ് കിട്ടുന്നത്. അവിടെയാണ് ആക്ച്വലി ആ ടൈമിലൊക്കെയാണ് അവർ തമ്മിലുള്ള റൈവൽറി തുടങ്ങുന്നത് ശരിക്കും. അപ്പോൾ എപ്പോഴും മെസ്സിയെ ബെഞ്ച് മാർക്ക് ആക്കിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഒബ്സഷൻ എന്ന് പറയുന്നത് ക്രിസ്ത്യാനോക്ക് ഉണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് എന്താ പറയുക, ആ ഹങ്കർ ഇങ്ങനെ കൂടിക്കൊണ്ട് ഏജ് പോകുന്നിടത്തോളം എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ല. ക്രിസ്ത്യാനോ സംബന്ധിച്ചോളം ഈവൻ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് പോലും ആക്ച്വലി ക്രിസ്ത്യാനോക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഇപ്പം മെസ്സിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ നമ്മൾ ഒരിക്കലും ഇപ്പോൾ കളിക്കുന്ന പ്രതീക്ഷിക്കപ്പെട്ടിരുന്നില്ല ഒരിക്കലും, അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ഈ 4 വർഷത്തിനിടയ്ക്ക് രണ്ടുപേരൊക്കെ ഒരു പക്ഷേ കളിയിൽ നിന്നൊക്കെ ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്നൊക്കെ വിരമിക്കുമെന്ന രീതിയിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടുപേരും, ഒരാൾ ക്രിസ്ത്യാനോ വിരമിക്കുന്നില്ല, അപ്പം മെസ്സിയും വിരമിക്കുന്നില്ല രീതിയിലേക്ക് അങ്ങനെ വരികയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ടൂർണമെന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനും തന്നെ മെസ്സി ഇതേപോലുള്ളൊരു പെർഫോമൻസ് കളിക്കുന്ന വിചാരിച്ചാൽ ഒരിക്കലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വേൾഡ് കപ്പ് നേടിയ കഴിഞ്ഞ വർഷം പോലും മെസ്സി 7 ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ 3-4 പെനാൽറ്റികളുണ്ട്, സ്പോട്ട് കിക്കും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വേൾഡ് കപ്പ് 8 ഗോൾ അടിച്ചതിൽ ഒന്ന് പോലും ഒരു പെനാൽറ്റി എന്നില്ല. മാത്രമല്ല 2 പെനാൽറ്റി മിസ്സാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഫുള്ള് ഓപ്പൺ പ്ലേ ഗോളും അത് മനോഹരമായിട്ടുള്ള ഗോളുകളാണെന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇത് 39 വയസ്സിലാണ് സാധിക്കുന്നുള്ളത് വളരെ ഒരു എന്താ പറയുക അത്ഭുതകരമായിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഹങ്കർ എന്തായാലും അതിൻ്റെ പാരമ്പര്യയിൽ മെസ്സിക്കും ഉണ്ട്. അതങ്ങനെ പറഞ്ഞു നടക്കാറില്ല പലരും എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഏതായാലും അവസാനത്തെ ചോദ്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ആര് ജയിക്കും? ആര് സെമിഫൈനലിലേക്ക് കടക്കും? അർജന്റീന കടക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ സ്വിറ്റ്സർലൻഡിനായിട്ടുള്ളത് ഒരു ഹെഡ് ടു ഹെഡിൽ ഇതുവരെ അർജന്റീന പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് അർജന്റീനക്ക് ഉണ്ടാകും. പിന്നെ സെമി ഫൈനലിൽ ആരായിരിക്കും? ഇന്ന് അതിന് മുമ്പ് തന്നെ മറ്റൊരു കളി നടക്കുന്നുണ്ട്, ഇംഗ്ലണ്ട് നോർവേ നടക്കുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഇംഗ്ലണ്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പം ഇംഗ്ലണ്ട് എനിക്ക് തോന്നുന്നു മെക്സിക്കോ ആയിട്ടുള്ള ഒരു കളി അവർക്ക് നൽകിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഒരിക്കലും ചെറുതാവില്ല. അത്രയും മികച്ച രീതിയിലുള്ള, കാരണം ഈവൻ 10 പേരായിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് പോലും അവർ ആ ഒരു അസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ മെക്സിക്കോയുടെ പിടിച്ചു നിന്നു. ആക്സിക്കോയുടെ ആർത്തിരമ്പുന്ന തിരമാല പോലുള്ള ആക്രമണം അതിനെ പിടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലണ്ടിന് ഇപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം നല്ല ഫോമിലാണ്, നല്ല രീതിയിൽ കളി. ആക്ച്വലി എന്താ പവർ റാങ്കിങ്ങിൽ ഗോൾഡൻ ബോൾ പവർ റാങ്കിങ്ങിലൂടെ വളരെ മുന്നിലുണ്ട് ജൂഡ് ബെല്ലിംഗ്ഹാം എന്നുള്ളതാണ്. ഹാരി കെയ്ൻ്റെ ഗോൾ സ്കോറിങ് അപ്പോൾ ടോട്ടലി നല്ല രീതിയിൽ ഇംഗ്ലണ്ട് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഹാലൻഡ് ഒരു ഭീഷണി ആവില്ല. ഹാലൻഡ് ഗോൾ സ്കോർ എന്നുള്ളതിൽ ഭീഷണി തന്നെയാണ്. ഹാലൻഡ് നോർവേ നല്ല രീതിയിൽ തന്നെയാണ് ബ്രസീലിനെ തോൽപ്പിച്ചതും ഒക്കെ ശരി തന്നെയാണ്. അപ്പോൾ സ്റ്റിൽ ഞാനവിടെ സാധ്യത കാണുന്നത് ഇംഗ്ലണ്ട് തന്നെയാണ്. അപ്പോൾ സാറ് പറയുന്നത് ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന സെമി ഫൈനൽ നമുക്ക് കാണാൻ പറ്റുമെന്നാണ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ കിടലൻ മത്സരത്തിനായി.